Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്ക്. ഞാൻ അശ്വതി ജോഷി. അപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ സെറ്റ് എക്സാം എന്ന ഓഗസ്റ്റ് 2-ാം തീയതിയാണ് നമ്മുടെ സെറ്റ് എക്സാം. എല്ലാവരും പഠിച്ചു തുടങ്ങിയോ? പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ പഠനം ആരംഭിക്കുക. സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു വേയിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ വരുന്ന സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സിലബസ് എടുത്തു വെച്ചിട്ട് ആദ്യമേ ഓരോ പാർട്ടും മുഴുവനായി പഠിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാനും സാധിക്കില്ല, അതുപോലെ തന്നെ എക്സാം ക്രാക്ക് ചെയ്യാനും സാധിക്കില്ല. ഒരു ടൈം ടേബിളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കണം. അതായത് ഞാൻ പറയുന്നത് തനിയെ പഠിക്കുന്നവരോടാണ് കേട്ടോ, അല്ല നമ്മുടെ CCയോടൊപ്പം പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിളൊക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അതാത് ദിവസം എന്താണ് പഠിക്കേണ്ടതെന്നും കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും ഒക്കെ ഉണ്ടാകും. PYQ ഡിസ്കഷൻ എല്ലാത്തിലൂടെയും നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായി കടന്നുപോയി ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സാം എഴുതും, ക്രാക്ക് ചെയ്യും സാധിക്കും. അതിന് ഉദാഹരണമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോസ്റ്റർ, റിസൾട്ട് പോസ്റ്ററാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലൊരു വ്യക്തി അടുത്ത തവണ നിങ്ങളായിരിക്കും എന്ന് ഉറപ്പിക്കുക. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിക്കണം എന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് PYQs ഡിസ്കസ് ചെയ്യുമ്പോൾ PYQ അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അനാലിസിസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്. ആ ഹോട്ട് ടോപ്പിക്സ് കവർ ചെയ്ത് മുന്നോട്ട് പോകാറുണ്ട്. അപ്പം അത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്കും കൂടെ ഞാൻ പറഞ്ഞു തരികയാണ്. തനിച്ചു പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി, നമ്മുടെ CCയോടൊപ്പം ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി, ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് വേണം ഇനി മുന്നോട്ട് പഠിക്കാൻ. PYQ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാകണമെന്നില്ല. പാസ്സായാൽ മാത്രം മതിയോ? അപ്പോൾ ഒരു അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യുകയും വേണം. അപ്പോൾ PYQ പഠിക്കുമ്പോൾ അതിലുള്ള 4 ഓപ്ഷൻസിലൂടെയും നിങ്ങൾ കടന്നു പോകണം. റിലേറ്റഡ് ഫാക്ട്സും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അനാലിസിസ് ചെയ്തിട്ട് അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിലുള്ള ദിവസങ്ങളെ നിങ്ങൾ തന്നെ ഡിവൈഡ് ചെയ്യുക. ദിവസങ്ങളെ ഡിവൈഡ് ചെയ്താൽ മാത്രം പോരാ, ഓരോ ഡേയ്സിലും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ടൈം, അതായത് സ്റ്റഡിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ടൈം, അത് അവിടെ എഴുതി വെക്കണം. ഒരു ടൈം ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഹോട്ട് ടോപ്പിക്സ് എഴുതി വയ്ക്കുക. നിങ്ങളിപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിലും ശരി, ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു പഠനം കൂടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഒരുപക്ഷെ നിങ്ങളിൽ പലരും സിലബസ് അനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ അതിനോടൊപ്പം ഈ അനാലിസിസ് മെത്തേഡും കൂടെ ഫോളോ ചെയ്യണം. അപ്പോൾ ഇന്ന് മുതൽ 5 ദിവസം നിങ്ങൾക്ക് പഠിക്കുവാനുള്ള ടോപ്പിക്സ് നിങ്ങൾ നോക്കൂ. നാഷണൽ ഫിലിം അവാർഡ്സ്, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ചോദ്യം ഉണ്ടാകും അല്ലേ. അതുപോലെ മിസ് വേൾഡ്, റെയിൽ ബ്രിഡ്ജസ്, വൈറ്റമിൻസ്, സ്പേസ് ഏജൻസീസ്, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, മോട്ടോ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇത്രയും പാർട്ടിലുള്ള കാര്യങ്ങൾ പഠിച്ച് എന്ത് ചെയ്യുക, മാറ്റിവെക്കുക. നിലവിൽ പഠിച്ചു കൊണ്ടിരിക്കുന്നതിനോടൊപ്പം PYQ അനലൈസ് ചെയ്ത് കിട്ടിയ ഈ ടോപ്പിക്സും കൂടെ നിങ്ങൾ കവർ ചെയ്യുക. ഇനി നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ടിക്കറ്റ് മാറുക കേട്ടോ. അതുപോലെ അടുത്ത ഷെഡ്യൂൾസ് ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. എഡ്യൂക്കേഷൻ ബേസിലായിരിക്കും പലപ്പോഴും ആർട്ടിക്കിൾസ് ഒക്കെ ചോദിക്കുക. അടുത്ത ക്ലാസിക് ഓഫ് വേൾഡ് ലിറ്ററേച്ചർ ആൻഡ് ഓതർ, മാച്ച് ദ ഫോളോയിങ്ങിൽ പലപ്പോഴും കാണുന്ന ചോദ്യമാണ് അല്ലെ, നിങ്ങളുടെ സിലബസിലുള്ളതും ആണ്. UN, അതുപോലെ മേജർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ്, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. മാച്ച് ദ ഫോളോയിങ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, മേജർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഹെഡ് ക്വാർട്ടേഴ്സും കറക്റ്റ് പഠിച്ചു വയ്ക്കുക, അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി പെയിൻറ്റിങ്സ് ചോദിക്കാം. അടുത്ത എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ചോദിക്കും, റംസാർ സൈറ്റ് ചോദിക്കും, ഇൻവെൻഷൻസ് ചോദിക്കും. അപ്പോൾ ഇത്രയും ടോപ്പിക്സും
എന്ത് ചെയ്യുക, പഠിച്ചു മാറ്റുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അനാലിസിസ് ചെയ്ത് ഇങ്ങനെ ടോപ്പിക്സിനെ എഴുതി വെച്ച് ഓരോ ദിവസവും പഠിച്ച് മാർക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പോവുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇങ്ങനെ ഒരു മെത്തേഡിൽ പോവുകയാണെങ്കിൽ. അടുത്ത ടോപ്പിക്സ് NEP എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പം ഞാൻ പല ടോപ്പിക്സിൽ നിന്ന് ആണ് ഹോട്ട് ടോപ്പിക്സ് എടുത്തേക്കുന്നത് കേട്ടോ. നോക്കൂ, NEP പഠിക്കണം, മെമ്മറി പഠിക്കണം അല്ലേ. നമുക്ക് ലാസ്റ്റ് 60 മാർക്ക് എന്ന് പറയുന്നത് സൈക്കോളജി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇവാലുവേഷൻ ആ പാർട്ടാണ് അല്ലേ. അത് വ്യക്തമായിട്ട് പഠിക്കണം. ആക്ഷൻ റിസർച്ച് ചോദ്യം ചോദിക്കാം, മൈക്രോ ടീച്ചിങ് ചോദ്യം ചോദിക്കാം, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, എൻക്വയറി ബേസ്ഡ് ലേണിംഗ്, അതുപോലെ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ചോദിക്കും, അതുപോലെ RPWD ആക്ട്. പിന്നെ പ്രത്യേകം മനസ്സിലാക്കുക, ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലും ചോദിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാച്ച് ദ ഫോളോയിങ്ങിലും ചോദിക്കും. വളരെ സിമ്പിളായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മെത്തേഡിൽ വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ. അടുത്ത നമ്മൾ ഫിലോസഫി നോക്കുകയാണെങ്കിൽ, എഡ്യൂക്കേഷൻ ഫിലോസഫി നോക്കുകയാണെങ്കിൽ അവിടെ ബിഹേവിയറിസം ചോദ്യം ചോദിക്കാം, ഹ്യൂമനിസം, പ്രോഗ്രസീവിസം, പെർണിയലിസം, റിയലിസം, അതുപോലെ ഫങ്ഷണലിസം. ഈ പാർട്ടിൽ നിന്നൊക്കെ ചോദ്യം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും പഠിച്ചതിന് ശേഷം തന്നെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കൂ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. 1 or 2 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വിലയിരുത്താനും സാധിക്കും. നോക്കൂ, തിയറീസ് ആൻഡ് പേഴ്സണാലിറ്റീസ് എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ. അതുപോലെ പേഴ്സണാലിറ്റി തിയറീസ്, എല്ലാ തിയറീസും കറക്റ്റ് പഠിക്കണം. അതുപോലെ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ചോദിക്കുന്ന ചോദ്യമാണ്. അവിടെ മാച്ച് ദ ഫോളോയിങ് ആണ് പലപ്പോഴും ചോദിച്ചു കണ്ടുവരുന്നത്. ഇൻ്റലിജൻസ് തിയറീസും പഠിക്കണം, അതുപോലെ ടെസ്റ്റും പഠിക്കണം കേട്ടോ. ഇനി ഇവാലുവേഷൻ, ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, അതുപോലെ കോഗ്നിറ്റീവ് തിയറി, ഈ പാർട്ടിൽ നിന്നൊക്കെ എപ്പോഴും ചോദ്യം ചോദിക്കുന്നതാണ്. ഒരു പാർട്ടും വിട്ടുകളയാൻ ഉള്ളതല്ല എന്നുള്ളതാണ്. ഇനി ഞാൻ പറഞ്ഞ ടൈം ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾ ജോലിക്ക് പോകുന്നവരുണ്ടാകും, ജോലിക്ക് പോകാത്ത ആൾക്കാരും ഉണ്ടാകും അല്ലേ. അപ്പം നിങ്ങൾക്ക് സമയം എന്ന് പറയുന്നത് അതിനനുസരിച്ച് സെറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ജോബില്ല, നിങ്ങൾ വീട്ടിലാണുള്ളത്, എങ്ങനെ സമയം സ്റ്റഡിക്ക് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ, 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി. ഒരു എക്സാം ടൈമൊക്കെ ആകുമ്പോൾ കൂടുതൽ ടൈം അതിലേക്ക് കൊടുക്കേണ്ടതില്ല. ആവശ്യത്തിനുള്ള ഉറക്കം 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി. നിങ്ങൾക്ക് കൊടുക്കാം. സ്ത്രീകളാണെങ്കിൽ 3 മണിക്കൂർ കിച്ചണ് കൊടുക്കാൻ സാധിക്കും. 3 മണിക്കൂർ പോരെ. ഒരു ദിവസത്തെ ഭക്ഷണം പാകം ചെയ്യാൻ 3 മണിക്കൂർ നിങ്ങൾക്ക് മതി. 5 hours ഫാമിലി ടൈം പോരെ. ഇതിൽ കൂടുതൽ വേണോ? നിങ്ങൾക്കറിയാം, ഈ 5 hours-ഉം 3 hours-ഉം 6 hours-ഉം ഒക്കെ നിങ്ങൾ ആരോടാണ് സ്പെൻഡ് ചെയ്യുന്നത്? നിങ്ങളുടെ ഫാമിലിയോടൊപ്പമാണ് അല്ലേ. അപ്പോൾ ഫാമിലിക്ക് സെപ്പറേറ്റ് ടൈം തന്നാലും ഇത്രയും സമയമുണ്ട്. പിന്നെയുണ്ട് 10 മണിക്കൂറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ. ഈ 10 മണിക്കൂർ പോട്ടെ, 8 മണിക്കൂർ പോരെ നിങ്ങൾക്ക് പഠിക്കാൻ മതി. അപ്പം സമയം ഇല്ല എന്ന് പറയുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇനി അടുത്ത, നിങ്ങൾ ജോലിയുള്ളവരാണ് എന്നിരിക്കട്ടെ, അവിടെയും നിങ്ങൾക്ക് 6 hours സ്ലീപ്പ് കൊടുത്തോ, 3 hours കിച്ചൺ കൊടുത്തോ. പക്ഷെ അവിടെ ഫാമിലി ടൈം കുറച്ചോ 3 hours ഫാമിലിക്ക് വേണ്ടി മാറ്റി വെച്ചോ. അപ്പോഴും നമ്മൾ കൂട്ടുമ്പോൾ 6, 3 അല്ലേ. അവിടെയും നമ്മൾ അത്രയും അവേഴ്സ് ആർക്ക് തന്നെയാണ് കൊടുക്കുന്നത്? ഫാമിലിയോടൊപ്പം തന്നെയാണ്. പോരെ, മതി. നോക്കൂ, 7 hours നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ജോലിക്ക് പോകാം അല്ലേ. അത്ര അവേഴ്സ് അല്ലേ നിങ്ങൾക്ക് ജോലിക്ക് വരുന്നത്? ജോലിക്ക് പോകാം. അപ്പം ചിലർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എനിക്ക് ട്രാവലിംഗ് ടൈം വേണ്ടേ എന്ന് ചോദിക്കും അല്ലേ. വേണ്ടി വരും അല്ലേ. നോക്കൂ, ഇനി 5 hours സ്റ്റഡി, പഠനത്തിന് വേണ്ടി യൂസ് ചെയ്യാം. ചിലപ്പോൾ ഈ സ്റ്റഡിയിൽ 5 hours എന്ന് പറയുന്നത് 4 hours ആയി മാറിപ്പോവും. 1 hour ചിലപ്പോൾ ട്രാവൽ ചെയ്യുമായിരിക്കും. ട്രാവൽ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ CCT ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ആപ്പിൽ അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സുകൾ കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ബസ്സിലൊക്കെയാണ് പോകുന്നത്, സീറ്റൊക്കെ കിട്ടി, അല്ലെങ്കിൽ ട്രെയിനിലാണ് പോകുന്നത്, സീറ്റൊക്കെ കിട്ടി, കുറച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലാസ് കേട്ടുകൂടെ?
പഠനം ഏത് തരത്തിലുമാകാം. നമ്മൾ തീരുമാനിക്കണം നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലേ. അപ്പോൾ പെട്ടെന്ന് പഠനം സ്റ്റാർട്ട് ചെയ്തോളുക. നമ്മുടെ CC-യിലെ കുട്ടികൾ പഠനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 75 ഡേയ്സിൻ്റെ എക്സ്ക്ലൂസീവ് ബാച്ചാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏകദേശം 400 അവേഴ്സിലധികം ക്ലാസ്സുകളൊക്കെയാണ് ഇവിടെ കഴിഞ്ഞ കുട്ടികൾ എക്സാം ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ PYQസിൻ്റെ ഡീപ്പായിട്ടുള്ള അനാലിസിസിലൂടെയാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് എഴുതാൻ സാധിക്കും. റിവിഷൻ എക്സാം വീക്ക്ലി ഉണ്ടാകും. എല്ലാ ദിവസവും ടീച്ചേഴ്സ് ലേണിംഗ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ വർക്കൗട്ടും കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു മെന്റൽ സപ്പോർട്ടാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള CCയോടൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ CCയുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനുള്ളിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു പോകണം കേട്ടോ. ജനറൽ പേപ്പറിന് കറണ്ട് അഫയേഴ്സ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പം നമ്മുടെ CCയോടൊപ്പം ജോയിൻ ചെയ്ത് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ നമ്മൾ താഴെ ഫ്രീ ഗ്രൂപ്പ്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Download now CC Learning app.